ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസ്. There is nothing called insult. സർവം മായ, ജഗത് മിഥ്യ, ലൈഫ് ഈസ് എ ഡ്രാമ എന്നീ ഉദാത്ത ചിന്തകൾ ഉൾക്കൊള്ളാൻ എല്ലാവരും ഒരുപോലെ പാകപ്പെടാറില്ല. ഫ്രഞ്ച് ക്വീൻ മേരി ആന്റണറ്റ് ജനങ്ങൾ ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോൾ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. പിന്നീട് ഹിസ്റ്റോറിയൻസ് ഇത് അവർക്കെതിരായ ഒരു പ്രൊപ്പഗാൻഡയാണെന്നും പറയുന്നു. ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള കമന്റ്സും സ്റ്റേറ്റ്മെന്റ്സും ആറ്റിറ്റ്യൂഡ്സും കാണാവുന്നതാണ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കസിൻ ഒരു ക്രാഫ്റ്റിൻ്റെ DIY ചാനൽ തുടങ്ങി. അവരുടെ വീട്ടിൽ ആർക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. വീട്ടിലെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം രഹസ്യമായി വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ ചാനൽ തുടങ്ങിയത്. ആർട്ട് ലവേഴ്സ് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു, കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത അരസികനായ അവരുടെ ഒരു ബന്ധു ഈ ചാനൽ നിർത്തണമെന്നും അവർക്ക് നാണക്കേടാണെന്നും അവരോട് പറഞ്ഞു. തന്നെയുമല്ല, ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ DIY ക്രാഫ്റ്റ് ചാനൽ കാണിച്ചുകൊണ്ട് ഇതുപോലെയാണെങ്കിൽ വീഡിയോ ഇടുക, അല്ലെങ്കിൽ നിർത്തുക എന്നവരോട് പറഞ്ഞു. അബ്യൂസസിനെ നോർമലൈസ് ചെയ്ത് വളർന്നു ശീലിച്ച ഈ വ്യക്തി കൗൺസിലിംഗ് എടുക്കാൻ തുടങ്ങിയതുകൊണ്ടും ചില കാര്യങ്ങളെ നോക്കിക്കാണാൻ പഠിച്ചു വരുന്നതുകൊണ്ടും ഇങ്ങനെ മറുപടി പറഞ്ഞു. എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ചെയ്യും എന്നാണ് അവർ മറുപടി പറഞ്ഞത്. പക്ഷേ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള മറുപടികൾ കൊണ്ടൊന്നും അവരവരുടെ സംസാരം നിർത്താൻ സാധ്യതയില്ല. ഇവിടെ വേണ്ടത് ശരിയായ ബൗണ്ടറി സെറ്റ് ചെയ്യുക, അവിടെ നിന്ന് മാറുക എന്നതാണ്. സ്വയം സ്നേഹിക്കാനും വളരാനും ശ്രമിക്കുക. ശീലമില്ലെങ്കിൽ ബോധപൂർവം ശ്രമിക്കണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ എഫേർട്ട്ലെസ് ആയി ചെയ്യാൻ സാധിക്കും. അവിടെ ആക്ട് ഇറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക ആൻഡ് റിലാക്സ് ചെയ്യുക. സീസണിങ് ആവശ്യമായി വന്നേക്കാം. പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസ് എന്ന പോലെയുള്ള ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ. ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ വളരെ സൗകര്യപ്രദമാണ്. നല്ല ചോയ്സാണ്. നല്ല ഒരു ജീവിതം എന്താണെന്ന് വെച്ചാൽ, നല്ല ഒരു ജീവിതത്തിന് നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എടുക്കുക. സന്തോഷമായി ജീവിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ്.